കേരളത്തിലെ ICAT-CH സർവേ പ്രകാരം 89.9% കുട്ടികളാണ് കേരളത്തിൽ ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങൾക്കും അതിക്രമണങ്ങൾക്കും അതുപോലെ തന്നെ വൈകൃതങ്ങൾക്കും ഇരയാവുന്നത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം കേരളത്തിലെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്തുമാത്രം ശ്രദ്ധയോടെയാണ് സംരക്ഷിക്കേണ്ടത്, എന്തുമാത്രം നമ്മൾ ശ്രദ്ധിക്കണമെന്ന്. DSM-5 അതായത് ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡർ, ഇതിൽ ഉൾപ്പെടുന്നതാണ് പീഡോഫീലിയ. അതായത് കൊച്ചു കുട്ടികൾക്ക് നേരെ തോന്നുന്ന ലൈംഗിക വൈകൃതമാണുള്ളത്. ഇതിൽ രണ്ടാമത്തെ വിഭാഗക്കാരുണ്ട്, CSA അതായത് ചൈൽഡ് സെക്ഷൽ അബ്യൂസേഴ്സ്. ഇവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ലൈംഗിക ആക്രമണത്തിൻ്റെ ശതമാനം കുത്തനെ വർദ്ധിക്കുവാൻ കാരണം ഇവരാണ്. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു സർവേ കണക്കുണ്ടല്ലോ, 89.9%. ഇതിലെ ഭൂരിഭാഗവും ഈ ചൈൽഡ് സെക്ഷൽ അബ്യൂസേഴ്സാണ്. അവർ വളരെ ക്രിമിനൽ മൈൻഡുള്ളവരാണ്. അധികാരം, സാഹചര്യം ഇതിനെ മുതലെടുത്താണ് അവർ കുഞ്ഞുങ്ങളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നത്. അവർക്ക് മനസാക്ഷി എന്ന ഒന്നേ ഇല്ല. കുഞ്ഞുങ്ങളെ വളരെ വ്യക്തമായി ലൈംഗികമായിട്ട് ഉപയോഗിക്കുകയാണ്, ചൂഷണം ചെയ്യുകയാണ് എന്ന തിരിച്ചറിവോടുകൂടിയാണ് അവർ കുട്ടികളെ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ അറിവിൽ മാത്രമുള്ളതാണ് 89.9% എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും സോഷ്യൽ സ്റ്റിഗ്മയുടെയും അല്ലെങ്കിൽ പേടി, അതല്ലെന്നുണ്ടെങ്കിൽ അറിവില്ലായ്മ, ഇതിൻ്റെ പേരിലെല്ലാം ഇഷ്ടംപോലെ പേര് ചൂഷണത്തിന് വിധേയമാവുന്നുണ്ട്. അത് പറയുന്നില്ല, ബിക്കോസ് സമൂഹത്തെ ഭയന്ന് അല്ലെങ്കിൽ ഫാമിലിയുള്ള മുതിർന്ന ആളുകളെ ഭയന്ന്.